ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതായ ഉപ്പമാരുണ്ടോ? ഈ ലോകത്തെ എത്രയെത്ര സൗന്ദര്യവതികളെ നമ്മൾ കണ്ടുപോയി, എത്രയെത്ര ചെറുപ്പക്കാരെ കണ്ടുപോയി, എത്രയെത്ര സഹോദരങ്ങളെ കണ്ടുപോയി, എത്രയെത്രതാകുന്ന മനോഹരമായ ബിൽഡിങ്ങുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുപോയി, എത്രയെത്ര കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടു തീർത്തവരെ, സിനിമാ നടന്മാരെയും നടിമാരെയും കണ്ട് ആസ്വദിച്ചവരെ. ഇതൊന്നുമല്ല ആസ്വാദനം, ഇതെല്ലാം സൃഷ്ടിച്ചതായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ കാണാൻ എത്ര സന്തോഷമാണ്, ആനന്ദമാണ്. അല്ലാഹു അല്ലേ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളെ നമുക്ക് സമ്മാനിച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നമ്മൾ കാണുന്ന കണ്ണിന് കുളിർമയുള്ളതാകുന്ന താജ്മഹലും നമ്മുടെ കണ്ണിന് കുളിർമയുള്ളതാകുന്ന പാർക്കുകളും മാളുകളും ഈ ദുനിയാവിൻ്റെതാകുന്ന സൗഭാഗ്യങ്ങളും നമ്മളുടെ കണ്ണിൽ സൗന്ദര്യവതിയായി തോന്നുന്ന സ്ത്രീകളുമൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്, അദ്ദേഹത്തിന് സൗന്ദര്യം നൽകിയത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ആദരവായ പ്രവാചകരെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. ആ പ്രവാചകർക്ക് മനോഹരമായ സൗന്ദര്യം നൽകിയതും അല്ലാഹു അത്രേ. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം അത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, അവൾക്ക് അല്ലാഹു സൗന്ദര്യം നൽകിയതും അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ഈ ഒരു വിശ്വാസമുള്ള മുഅ്മിനെ എങ്കിൽ റബ്ബ് എത്ര വലിയ സൗന്ദര്യവാനാണ്. ആ റബ്ബിനെ ഒന്ന് കാണണ്ടയോ, കാണണ്ടയോ? ആ റബ്ബിനെ ഒന്ന് ദർശിക്കണ്ടേ പ്രിയപ്പെട്ട മുഅ്മിനെ? നീ നിസ്കരിക്കുന്നത്, നീ നോമ്പ് നോക്കുന്നത്, നീ ദിക്ർ ചൊല്ലുന്നത്, നീ സ്വലാത്ത് അധികരിപ്പിക്കുന്നത്, നീ മഖ്ബൂസ് മൗലിദ് പാരായണം ചെയ്യുന്നത്, നീ മാല മൗലിദുകൾ പാരായണം നടത്തുന്നത്, നീ മജ്ലിസുൻ നൂർ കൃത്യമായി വീട്ടിലും മഹല്ലത്തിലും പള്ളികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മക്കളെയും കുടുംബത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പാരായണം ചെയ്യുന്നത്, നീ ഖുർആൻ ഖത്ം ഓതുന്നത്, നീ നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കൊണ്ടുവരുന്ന അദ്കാറുകളും സുകൃതങ്ങൾക്കും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, അത് അല്ലാഹുവിനെ കാണലാണ്, കാണലാണ്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫൽയഅമൽ അമലൻ സാലിഹാ, സാലിഹായ സുകൃതം അവൻ ചെയ്യട്ടെ. അവന് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാ തുനിയട്ടെ. അവൻ നിരാലംബർക്ക് അവലംബമാകാ തുനിയട്ടെ. നായെ കാണുമ്പോൾ ഓടിക്കുന്ന വിഭാഗമായി മുസ്ലിം മാറാൻ പാടില്ല. നായെ ആട്ടി ഓടിക്കാനും പാടില്ല. നിന്നെ ഉപദ്രവിക്കുന്ന നായാണെങ്കിൽ നീ അതിനെ മാറ്റി നിർത്തുന്നതിൽ തെറ്റില്ല. മറിച്ച് റോഡിലൂടെ നടക്കുന്ന വേളയിൽ നിന്റെ മുന്നിൽ കാണുന്ന നായെ അതിനെ കല്ലെടുത്ത് എറിയാനും അതിനെ അടിക്കാനും അതിനെ ഓടിക്കാനും മുസ്ലിമേ പാടില്ല, പാടില്ല. ഒരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല. നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, കാണുന്ന ജീവികളെ കാട്ടി ഓടിക്കുന്ന സ്വഭാവം നമുക്ക്. വീട്ടിൽ മക്കള് കരഞ്ഞാൽ തന്നെ വാപ്പാര് വലിയ ബഹള, അവന്റെ തൊള്ളയെ തുണി ഏറ്റി വെക്കുന്നവർ. ചിലർക്ക് ഒച്ച കേൾക്കുന്ന ഭയങ്കര ആരോഗ്യം. മൂപ്പറ ഒച്ച എത്ര വേണേലും കേൾക്കാം, എത്ര ഒച്ച ഇട്ടാലും ഒരു കുഴപ്പമില്ല. മക്കൾ ഒങ്ങാണം ചെറുതായിട്ട് കരഞ്ഞാല് തുണി വായിലോട്ട് ഇടിച്ച് കയറ്റി വെച്ചേക്കാൻ പറയും. തലേണ എവിടെയെന്ന് ചോദിക്കും. അതാണ് അവസ്ഥ. ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് വീട്ടിൽ എന്തെങ്കിലും മൃഗങ്ങൾ കരയുന്നത് കേട്ട ഭയങ്കര ആരോഗ്യം, ബുദ്ധിമുട്ടി പ്രയാസം. നായെ റോഡിൽ കണ്ട ഉടനെ കല്ലെടുത്ത് എറിയണമെന്ന് തോന്നുക. മനസ്സിലങ്ങനെ ഒരു ശൈത്താനിയെ കണ്ടാൽ മതി, അതിനെ ഓടിക്കണം. അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാലല്ലേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ അതിനെ അടിക്കാനും ഇടിക്കാനും അതിന് വേണമെങ്കിൽ ചട്ടകം വെച്ച് പൊള്ളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കും. സുബറിന്റെ പുള്ളി പൊക്കിയോട്ടെ, എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അതിനെ ഉപദ്രവിക്കുക. ചിലർക്ക് അങ്ങനെയുണ്ട്. കാണുന്ന മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കും, അതിൽ രസം കണ്ടെത്തുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതിനങ്ങനെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന
അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നാട്ടുകാരെ മുഴുവനും കല്ലെടുത്തോടിക്കുന്നതാകുന്ന കുഷ്ഠരോഗം ബാധിച്ചതാകുന്ന കണ്ടാൽ അറപ്പുളവാക്കുന്ന ഒരു നായയെ ബഹുമാനപ്പെട്ടവർ കണ്ടപ്പോൾ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കാണാൻ ആ നായയെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ടെന്റ് കെട്ടി എന്നിട്ട് ആ ടെന്റിനുള്ളിൽ നായയ്ക്ക് വേണ്ടി താമസമൊരുക്കുകയാണ്. 40 ദിവസം തുടർച്ചയായിട്ട് അതിനെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു. അതിന്റെ മുറിവുകളൊക്കെ മരുന്ന് വെച്ച് കെട്ടി അതിന്റെ പുറകെ നിൽക്കാൻ ഇബാദത്തുകൾക്കൊന്നൊരു കോട്ടമില്ല. തൊട്ടാ ഉസ്താദെ 7 പ്രാവശ്യം കഴുകണ്ടേ? അത് തൊട്ടാ കഴുകുന്നതിന് എന്താ പ്രശ്നം? മസല വേറെ. ഇതിനെ ആട്ടി ഓടിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇതിനെ ഉപദ്രവിക്കണമെന്ന് പറയുന്നുണ്ടോ? അതിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? അതിനെ ഇടങ്ങേറാക്കണമെന്ന് പറയുന്നുണ്ടോ? പേ പിടിച്ച് നമ്മുടെ മക്കളെ കടിച്ചിട്ട് തൊടണ്ടെന്നുള്ളതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് റോഡിൽ കൂടെ പോകുന്നതിനെയൊക്കെ കാണുമ്പോഴത്തേക്കും കല്ലെടുത്തെറിയ, കാണുന്ന ജീവികളോടൊക്കെ ക്രൂരത കാണിക്കുക. നമ്മൾ ഏറ്റവും നിസ്സാരമായി നിന്ദ്യമായി കാണുന്നതാകുന്ന മൃഗമാണല്ലോ നായയും പന്നിയും. എങ്കിൽ ആ 2 മുഗല്ലളായ അതിശക്തമായ നജസായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാകുന്ന അതിലൊരു സാധനത്തെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ 40 ദിവസമേ, നമ്മളൊക്കെ സ്വന്തം ഭാര്യയെ പനിച്ചു കിടന്നാൽ പോലും തലയിൽ നെറ്റിയിൽ ഒരു തുണി വെച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരാണ് ഈ കേൾക്കുന്നത്. അവര് തലവേദന വന്നുകൊണ്ട് പൊളഞ്ഞാൽ പോലും ഒരല്പം തുണി വെള്ളം നനച്ചു വെക്കാത്ത ടീമുകളാണ് ഈ പറയുന്നത്. അവരോടാണ് ഈ പറയുന്നത് 40 ദിവസം ടെന്റ് കെട്ടിയിട്ട് അതിനെ ശുശ്രൂഷിക്കുക, രോഗം ശമനം വരുത്തിയിട്ടാണ് അതിനെ വിട്ടത്. അവരൊക്കെയല്ലേ മഹാന്മാർ. ഒരിക്കൽ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കാണുന്നു തന്റെ കുപ്പായത്തിന്റെ കൈയുടെ ഭാഗത്ത് കിടന്നുറങ്ങാൻ. ആര്? ഒരു പൂച്ച കിടന്നുറങ്ങാൻ. നിസ്കാരത്തിന്റെ സമയം. നമ്മളാണെങ്കിലും ഡ്രസ്സേലെങ്ങാനും പൂച്ച കിടക്കുന്നത് കണ്ട് അയലിട്ടതാകുന്ന തുണിയിലെങ്ങാനും ഒരു കാക്ക വന്നിരിക്കുന്നത് കണ്ട അവനെ വെടിവെച്ച് അവന്റെ കുടുംബത്തെ മയ്യത്ത് നിസ്കരിച്ചിട്ടേ പിന്നെ അവന്റെ ആദ്യം മയ്യത്ത് നിസ്കരിക്കും, എന്നിട്ടേ പിന്നെ ഫർദ് നിസ്കാരവും. ബുഹർ പോയാലും കുഴപ്പമില്ല. ആ പൂച്ചയുടെ പുറകെ ഓടും അല്ലേ? വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഒരു കത്രിയും കൊണ്ട് എടുത്തിട്ട് പതുക്കെ ഇവിടെ ഈ ഭാഗം അങ്ങോട്ട് മുറിച്ചിങ്ങോട്ട് കൈയുടെ ഭാഗം മുറിച്ചിട്ട് കുപ്പായം പതുക്കെ അതിനെ അനക്കാതെ. പൂച്ച നല്ല ഉറക്കാം, പൂച്ചയാന്ന് ഓർക്കണം. ജസേനെ ഉണർത്തിയിട്ട് പൂച്ച കഴിഞ്ഞു. പക്ഷെ അതിനെ ഉപദ്രവിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സമയത്ത് ഉറക്കാണ് അതിനുള്ളത്. അതിന് തടസ്സം വരുത്തണ്ട. ഞാനായിട്ട് അഹ്മദുൽ കബീർ മുഖേന ഒരു തടസ്സം വരണ്ട എന്ന് കരുതിയിട്ട് ആ കുപ്പായത്തിന്റെ കൈ അങ്ങ് മുറിച്ചു. എന്നിട്ട് കുപ്പായം ഇല്ലാതെ വന്ന് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞു തിരിച്ചു വന്ന് നോക്കുമ്പോൾ പൂച്ച അവിടെ ഇല്ല, ഉറങ്ങിയിട്ട് അത് എഴുന്നേറ്റ് പോയിട്ട് നോക്കുമ്പോൾ പകുതി കുപ്പായം കാണുന്നില്ല. എന്തോ ആയിക്കോട്ടെ, പൂച്ച അതിന്റെ വഴിക്ക്. ഈ കൈ അവിടെ കിടപ്പുണ്ട്. അപ്പൊ മൂപ്പര് ഇവിടെ വന്നിട്ട് പതുക്കെ ഒരു നൂലും സൂചിയൊക്കെ എടുത്തിട്ട് പതുക്കെ തയ്ച്ച്. അപ്പൊ അദ്ദേഹം ശിഷ്യഗണങ്ങൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടപ്പോ അവരോട് പറയാം, ഇവിടെ എന്താ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പൂച്ചക്ക് അതിന്റെ ഉറക്കം കിട്ടി, എനിക്കെന്നെ നിസ്കാരം കിട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നോ? ഒന്നും വന്നില്ല. ഇങ്ങനെ ഈമാൻ മുറുകെ പിടിച്ച ആളുകൾ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി വർദ്ധിച്ചവർ. പഠിക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ ഒന്നു ചെയ്തിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരിക്കണം, അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ഒരു ശിഷ്യൻ വന്ന് പതുക്കെ വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബനം കൊടുത്തു. എന്താ ഒരു ഈച്ച വന്നിട്ട് ഒരു കൊതുക് വന്നിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അത് അതിൻ്റെതാകുന്ന ആഹാരം എന്നിൽ നിന്ന് എന്താണോ കഴിക്കുന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കാൻ അതിന് നീ തടസ്സം ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ ശൈലി, അവരുടെ സൂഫിസത്തിന്റെ ശൈലിയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ വീട്ടിൽ സ്വന്തം മക്കള് കരഞ്ഞാൽ പോലും ബഹളം വെക്കുന്നതാകുന്ന വാപ്പമാരുള്ള കാലഘട്ടം, അല്ലെ ഉമ്മ ഉള്ള കാലഘട്ടം. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ കാര്യം പറയണം. നമ്മൾ സുഹൃതം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, സുഹൃതം ചെയ്യുന്നതിനെ വരെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിശന്ന് വലഞ്ഞതാകുന്ന ഒരു നായ നാക്ക് നീട്ടിയിട്ടിട്ട് മുന്നിൽ വന്നുകൊണ്ട് വിഷമം പറഞ്ഞപ്പോ അതിന്റെ ദുഃഖം നാക്കിലൂടെ പ്രകടിപ്പിച്ചത് കണ്ടപ്പോ തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് കാലിൽ കിടന്നതാകുന്ന ഹുഫ ഷോക്കൂരി കയറുകൊണ്ട് കെട്ടിയിട്ട് വെള്ളം കോരി അതിന്റെ വായിൽ കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ പേരിൽ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റും.
എന്നാൽ അതേപോലെ പറയുന്നു, കെട്ടിയിട്ടപ്പെട്ടതാകുന്ന ഒരു പൂച്ച പട്ടിണി കിട്ടും. വീട്ടിൽ വളർത്താൻ ലോക്ക്ഡൌൺ വന്നപ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി. ഒന്നെല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കേക്ക് ഉണ്ടാക്കലാണ്. അതിന്റെ സംവിധാനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം ഭർത്താക്കന്മാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് എല്ലാ വീട്ടിലും കേക്കുണ്ടാക്കൽ. ലൈസൻസ് വേണമെന്ന് വന്നപ്പോഴാണ് പിന്നെ കുറച്ച് ഒതുങ്ങിയത്. മറ്റേത് ഇതെല്ലാം ഇങ്ങനെ അവിടെ കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇത് തന്നെ കളി. പിന്നെ എല്ലാവരും ഒരുപാട് ഭക്ഷണങ്ങൾ, വൈവിധ്യമാകുന്ന ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. നേരത്തെ മലബാർ നല്ല വ്യത്യസ്തങ്ങളാകുന്ന കടികൾ ഉണ്ടെങ്കിലും വിവിധ തരങ്ങൾ കടികൾ ഉണ്ടാക്കാൻ പഠിച്ചു. വീടുകൾ മുഴുവനും പൂന്തോട്ടം കൊണ്ട് അലങ്കരിച്ചു. അല്ലെ, ഇഷ്ടം പോലെ സാധനം. എല്ലാ വീട്ടിലും 2 ചെടിച്ചട്ടിയെങ്കിലും ഇല്ലാത്ത വീടില്ല. എല്ലാവരും വീട്ടിലുണ്ട്. ചിലര് ചെടിച്ചട്ടി കൊണ്ട് ആറാട്ടാണ്, മത്സരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. 10 എണ്ണം ഇവിടെ വാങ്ങുമ്പോൾ 50 എണ്ണം അപ്പുറത്ത് വാങ്ങിച്ചു, പിന്നെ ഒരു 100 എണ്ണം ഇപ്പുറത്ത് വാങ്ങിച്ചു, 150 അവിടെ ലേലം വിളിയാണ്. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. ചിലരുടെ വീടുകളിലൊക്കെ പൂച്ച കൊണ്ട് ബഹളം. ഓൾറെഡി നാടൻ പൂച്ചയുണ്ട്, അതിനെ പട്ടിണിക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പോരാത്തതിന് പെറ്റ്സിനെ വളർത്തിക്കൊണ്ട് പിന്നെ 30,000 40,000 രൂപ കൊടുത്തിട്ട് കൂടെയുള്ള പൂച്ച തീർച്ചയായും ക്യാറ്റാന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുവന്നു. അതിന് വില കൂടിയ ഭക്ഷണം കൊടുക്കും. ചിലര് കിളികളെ വളർത്താൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പേര് പല പരിപാടികളുണ്ട്. പക്ഷെ പട്ടിണിക്കിടാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. അതിന് കൃത്യമായ ആഹാരം കൊടുക്കണം. ഒരു നേരം അതിന് കിട്ടേണ്ടതാകുന്ന ആഹാരം കൊടുക്കാതെ വന്നാൽ അതാപാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം പൂച്ചയെ കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടതാകുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. നരകാവകാശിയായ കാരണമായി തീർന്നു. കറക്റ്റ് സമയത്ത് വെള്ളം കൊടുത്തില്ല, അതങ്ങനെ കടന്നിട്ട് മരിച്ചുപോയി. അഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ നിസ്സാരമായ കാര്യമല്ല. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ കൊട്ടപ്പടി നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ നോക്ക്. നിങ്ങൾ സ്വർഗം കിട്ടാൻ കാരണമായത് എന്താണ്? കാലിൽ കിടക്കുന്നതാകുന്ന ഹുഫ ഊരി വിശന്ന് വരഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്തതുകൊണ്ടാണ്, അല്ലാതെ 1000 റക്അത്ത് നിസ്കരിച്ചിട്ടല്ല. നരകത്തിൽ പോകാൻ കാരണം എന്താണ്? ഒരു പൂച്ചയ്ക്ക് കെട്ടിയിട്ടിട്ട് അതിന് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതിരുന്നുകൊണ്ടാണ് നരകത്തിലേക്ക് ഇറങ്ങിയത്. ഒരു പക്ഷേ അവർ ഇബാദത്ത് എടുത്തിട്ടുണ്ടാവും, റബ്ബ് സ്വീകരിക്കൂല. എന്നതുപോലെ ഏതുകൊണ്ടാണ് രക്ഷപ്പെടുക പറയാൻ പറ്റൂല. നമ്മൾ നിസ്സാരമായി കാണുന്ന അമലുകളൊക്കെ റബ്ബിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. നമ്മൾ ഈ വാഴ കഴിഞ്ഞിങ്ങനെ പോവാണ്, അപ്പൊ റോഡിൽ ഒരു ഓല ഇങ്ങനെ വീണ് കിടക്കുക. ഓല എന്നല്ലേ ഇതിന് പറയാം, അല്ലേ? നിലത്ത് വീണ് കിടക്കുക. അത് മറ്റൊരാളുടെ ബൈക്ക് കയറിയിട്ട് അവൻ മറിഞ്ഞു വീഴണ്ട എന്ന് കരുതിയിട്ട് അത് നീ മാറ്റിയിടൽ വരെ പുണ്യമാണ്. വണ്ടി വാഹനം ഒതുക്കിയിട്ട്, കാറാണെങ്കിൽ കാറ്, ബൈക്കാണെങ്കിൽ ബൈക്ക് ഒതുക്കിയിട്ട് അതിന് വേറൊരാൾക്ക് അപകടം വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ലൈൻ കമ്പി പൊട്ടിക്കിടക്കാൻ എങ്കിലും സമയം നമ്മൾ വേഗം തന്നെ അടുത്ത KCB ഓഫീസിൽ വിളിച്ചിട്ട് പറയണത് ഇന്നടുത്തൊരു ലൈൻ കമ്പി പൊട്ടിക്കിടപ്പുണ്ട്. കാരണം വേറെ ആരെങ്കിലും വന്ന് അതിൽ അപകടത്തിൽപ്പെടും. രാവിലെ നീ പത്രത്തിൽ വായിക്കുമ്പോഴായിരിക്കും അറിയുന്നത് വേറൊരാൾ 10 പേര് മരണപ്പെട്ടിട്ടുണ്ട്. നീ നിന്റെ കാര്യം സേഫാക്കിയിട്ട് ഓടുക. അങ്ങനെ ആകാൻ പാടില്ല. ഇതൊക്കെ അമലു സാലിഹാത്താണ്. റോഡിൽ കിടക്കുന്ന ഒരു മാലിന്യം എടുത്തു മാറ്റൽ അമലു സാലിഹാത്താണ്. ഇത് പള്ളി കിടക്കുന്ന ഒരു പല്ലിക്കാട്ട് എടുത്തു മാറ്റണമെങ്കിൽ ആര് വരണം? ഇതാണ് നമ്മുടെ അവസ്ഥ. റോഡിൽ കിടക്കുന്നതല്ലേ പറഞ്ഞത്, പള്ളി കിടക്കുന്ന പല്ലിക്കാട്ടത്തിന്റെ കാര്യം പറയും. അതുപോലെ നമ്മൾ എടുത്തു മാറ്റുന്നില്ല. റൂമിൽ ഇരിക്കുന്ന ഉസ്താദിനെ ഫോൺ വിളിച്ചു വരുത്തും. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ വേഗം വാ, ലീവ് തീർന്നു, ഇവിടെ വന്നു കഴിയുമ്പോൾ ഉസ്താദ് 2 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. എന്താണ് ആ ഫ്രണ്ട് തപ്പിയ മെഹ്റാബിന്റെ ഭാഗത്ത് ഒരു പല്ലിക്കാട്ടം കണ്ടായിരുന്നു, അന്ന് എടുത്തു മാറ്റിയേക്കാൻ. അത് പറയാൻ വേണ്ടി വിളിച്ചത്. ഇതാണ് നമ്മുടെ അവസ്ഥ. കുഞ്ഞിട്ട് അതിനെടുത്ത് മാറ്റാൻ പോലുള്ള സൗകര്യം പോലും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് പറയാൻ അത്രത്തോളം മടിയന്മാരും അലസന്മാരുമാണ്. പറയാനാണ് ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അമലുകളില്ലെന്ന് മാത്രമല്ല, അമലുകളെ മുടക്കുന്നവർ കൂടിയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമുക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ഇന്ന് നിസ്കരിച്ച ഇശാ നമസ്കാരം പക്കയാണ്, എനിക്ക് അതിനകത്തൊരു കറാഹത്ത് പോലും വന്നിട്ടില്ല? ആർക്കാണ് അടയാളപ്പെടുത്താൻ പറ്റുന്നത്? അങ്ങനെ നമ്മുടെ വുളൂ കറക്റ്റാണ്. നമ്മുടെ വുളൂ അതിന്റെ ശറത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചിട്ടാണ്. ഞാൻ ഇന്ന് ഇശാ നിസ്കരിച്ചത് അതിന്റെ സുന്നത്തുകൾ മുമ്പ് നിസ്കരിച്ചു, ശേഷവും നിസ്കരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഞാൻ ഖുർആൻ ഒരു പേജ് ഓതി എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്? ഇന്ന് ഞാൻ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ചെറുപ്പക്കാർ? ഇന്ന് ഞാൻ മജ്ലിസുൻ നൂർ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തു എന്ന് പറയാൻ സാധിക്കുന്നവർ എത്ര പേര്?
നമ്മളിതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാക്കരുത്, പ്രഹസനാക്കരുത്, വലിയ അദാബുണ്ടാവും. ഇതിനൊക്കെ വലിയ മഹിമ മനസ്സിലാക്കി തുടക്കം മുതൽ അവസാനം വരെ അമൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ജീവിതത്തിൽ വിജയമുണ്ടാവൂ. ഇല്ലെങ്കിൽ പേരിന് മാത്രമായി പോയാൽ വലിയ അപകടം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഓരോന്നിനും അതിന് കൊടുക്കേണ്ട ബഹുമാന ആദരവുകൾ പരിപൂർണമായി വകവെച്ചു കൊടുക്കണം. എങ്കിലേ അതിന് ഖൈറുണ്ട്. വീട്ടിലൊരു മൗലിദ് നടക്കണം, വീട്ടിൽ വാപ്പ മരിച്ചു, അതിൻ്റെതാകുന്ന ഒരു 3, 7, 11, 40 നടക്കാൻ വീട്ടുകാരാകുന്ന മക്കൾ പോലും അതിന് ശരിക്കും ദുആയിൽ ഭാഗമാക്കാകാത്ത കാലഘട്ടം. അവരില്ല. അവരുടെ പരിപാടി മൊബൈൽ എടുക്കുക, ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക, ഫേസ്ബുക്ക് ലൈവ്. സയ്യിദ് മുഫ്തി ജഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിട്ടുണ്ട്, നാട്ടുകാരെ കണ്ടുകൊള്ളു. നമ്മുടെ പരിപാടി. നമ്മളവിടെ ഇരുന്ന് രാമ്യം പിടിക്കുന്നില്ല. നമ്മുടെ വീടുകളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പാപ്പാക്ക് കൊടുക്കേണ്ട, ഉമ്മാക്ക് കൊടുക്കേണ്ട നല്ലൊരു പ്രാർത്ഥന പോലും നമ്മൾ കൃത്യമായി ആ സമയത്ത് നമ്മൾ കൊടുക്കാതെ പോവാൻ നമ്മൾ എന്ത് അമലാ ചെയ്യുന്നത്? നമ്മുടെ പേരിന്റെ കൂടെ ഹാജിയുണ്ട്, നമ്മുടെ പേരിന്റെ കൂടെ ഹജ്ജുമ്മയുണ്ട്. കാര്യമില്ല, ഒരു കാര്യമില്ല. ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. അമലു സാലിഹ് നിർബന്ധമാണ്, മസ്റ്റാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അത് അനിവാര്യമാണ്. അതാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയാ വതമഅന്നു ബിഹാ والذين هم عن آياتنا لغافلون أولئك مأواهم جهنم بما كانوا يكسبون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കാണണമെന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ, അല്ലാഹുവിനെ ദർശിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ, വറളൂ ബിൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ട് അതുകൊണ്ട് ജീവിതം ഹോമിക്കുന്ന ആളുകൾ, വതമഅന്നു ബിഹാ, ഈ ഭൗതിക ലോകത്തെ ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നതായ ആളുകൾ, ഉലൈക മഅവാഹും ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന അഭയകേന്ദ്രം അത് ജഹന്നം എന്ന നരകമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടും ആയത്തുകൾ കേട്ടുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, നിസ്കരിക്കാത്ത ആളുകൾ, നോമ്പ് നോൽക്കാത്ത ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, പാവങ്ങളുടെ കണ്ണീരൊപ്പാത്ത ആളുകൾ, ഖുർആൻ ദിനേന ഒരു ജുസ് പോലും ഓതാൻ താല്പര്യമില്ലാത്തതാകുന്ന സഹോദരിമാർ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ പാരായണമില്ലാത്ത കുടുംബിനികൾ, മക്കളെ പ്ലസ് ടു വരെ ഞാൻ മദ്രസയിൽ പള്ളിക്കരയിൽ പറഞ്ഞയച്ച് മക്കളെ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുഅ്മിനേ. അവർ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിന്റെ മകൻ യാസീൻ ഓതാറുണ്ടോ? നിന്റെ മകൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാറുണ്ടോ? നിന്റെ മക്കള് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നീ പഠിപ്പിച്ചതിൽ അർത്ഥമില്ല, അർത്ഥമില്ല. ഉസ്താദമാര്, ആലിമീങ്ങൾ അവർ പള്ളികളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ വീടുകളിൽ അത് പ്രാക്ടിക്കലല്ല, പ്രാക്ടിക്കലല്ല. ഖുർആൻ ഓതാത്ത വീടായി വീടുകൾ മാറുകയാണ്, നമസ്കാരമില്ലാത്ത വീടുകളായി വീടുകൾ മാറുകയാണ്. നിസ്കാരത്തിന്റെ ശർത്തും ഫർളും ആദാബുകളും പഠിപ്പിച്ചു വിടുന്ന ഉസ്താദമാർ ആ മക്കള് വീട്ടിലേക്ക് ചെല്ലുമ്പോ സുബൈ നിസ്കരിക്കാത്ത വാപ്പയും ഉമ്മയുമാണ് മക്കള് പരിചയപ്പെടുന്നത്. ഭക്ഷണം മോനെ വലത് കൈ കൊണ്ട് കഴിക്കണേ എന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചിട്ട് അവർ വീട്ടിലേക്ക് വിടുമ്പോ
ഇടത് കൈകൊണ്ട് നിന്ന് കഴിക്കുന്ന ഉമ്മയാണ് മക്കള് കാണുന്നത്. ബുഫേ സംസ്കാരത്തിന് അടിമപ്പെടുന്ന മാതാപിതാക്കളെ ആർഭാടതുത്തിരമാകുന്ന കല്യാണ സദസ്സുകളിൽ അടിച്ചു പൊളിക്കുന്ന മാതാവിനെയും പിതാവിനെയുമാണ് മക്കള് ദർശിക്കുന്നത്. അവർക്ക് കത്തിച്ചൊലിക്കുന്ന ജഹന്നമെന്ന നരകമാണുള്ളത്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുകൃതം ചെയ്താൽ രക്ഷപ്പെട്ടു, സുകൃതം ചെയ്തില്ലെങ്കിൽ അദാബാണ്. എല്ലാം പഠിപ്പിച്ച് മദ്രസയിൽ വിടുകയാണ്. നിസ്കാരം എങ്ങനെ, അതിന്റെ ഷർത്ത് എങ്ങനെ, ഫർളൊക്കെ ഉണ്ട്. വീട്ടിൽ പോയി വാപ്പാടും പാടും പോയി കൂടിയത് കിട്ടുമെന്നാണ്. വലിയ കൊടിയ ശൈത്താന്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സുബൈക്ക് പള്ളിയില്ല വാപ്പ, നല്ല ഉറക്കം. പിന്നെ മകൻ അങ്ങനെ പള്ളി എന്റെ മകൻ 17 വയസ്സ് കഴിയുമ്പോൾ വാപ്പ വന്നിട്ട് പള്ളി ഉസ്താദിനോട് പറയാണ്, സാധനം മദ്രസയിലൊന്നും വിട്ടിട്ടൊന്നും അവനും കാര്യമായില്ല. എന്താ അത് പള്ളിയിലോട്ടൊന്നും പോകില്ല. ഹാജിയാർ എത്രയായി പള്ളി വന്നിട്ട്? അത് കഴിഞ്ഞ വലിയ പെരുന്നാളിന്. പിന്നെ അതേ ഉണ്ടാവും. ഹാജിയാർ പെരുന്നാളിനാണ് പള്ളി, ജുമായ്ക്കല്ലേ പള്ളി വന്നോളൂ. എന്നിട്ട് പിന്നെ മക്കളുടെ കാര്യം നോക്കും. സുബൈക്ക് ഒരു വക്കത്തിന് എവിടെ? നമ്മൾ പള്ളിയിലേക്ക് വരണം. പുരുഷന്മാര് പള്ളിയിലേക്ക് ആൺമക്കളെ വിളിച്ചുകൊണ്ട് വരണം. സ്ത്രീകൾ, ഉമ്മമാര് സ്ത്രീകളെ, പെൺമക്കളെ വിളിച്ചുണർത്തിയിട്ട് തന്നോടൊപ്പം മുസല്ലയിൽ ചേർത്ത് നിർത്തിയിട്ട് നിസ്കരിക്കാൻ. മകള് +2 വരെ പിന്നെ ഇതിനെ പഠിച്ചു. അവളോട് ഇമാമത്തിന്നോളം പറ. മോള് എന്റെ അമ്മ ജുസുവിന്റെ താഴത്തെ സൂറത്തൊക്കെ ഓതിക്കോ. ഉമ്മ പറയുന്നതാണ്. അമ്മക്ക് വലിയ സന്തോഷം. അങ്ങനെ ഒരു 10 ദിവസം പോയി നോക്കി. അത് ചെറുപ്പത്തിലേ ചെയ്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇച്ചിരി ഓതാനൊക്കെ അറിയാവുന്ന പ്രായത്തിലാണെങ്കിൽ. കാരണം ഉമ്മയെ കിട്ടിയിരിക്കുകയാണ്. അപ്പം തന്നെ വലിയ അൽബക്കറൊക്കെ കാണാൻ പിടിച്ചിട്ട് കത്തിച്ചോണ്ടിരിക്കും. നല്ല സൂറത്ത് വെച്ച് പിടിക്കും. ഉമ്മയെ പുറകെ കിട്ടിയിരിക്കാൻ. അങ്ങനെ നിസ്കരിക്ക്. വീടുകളിൽ നിസ്കാരം ഉണ്ടാവട്ടെ. എത്ര റാഹത്താണ്. ദിക്ർ ചൊല്ലട്ടെ, ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ ഓതട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ അമൽ സാലിഹാത്ത് കൊണ്ട് വീട് ധന്യമാക്കി തീർക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. ഇല്ലെങ്കിൽ നമ്മളെ മക്കള് രക്ഷപ്പെടൂല. സാലിഹായ സുഹൃതം നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ മക്കള് ഖബറിന്റെ ചാരത്തേക്ക് വരൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك هو الفوز العظيم. വിശ്വാസമുള്ളതിനോടൊപ്പം സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നതായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ടോ? അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അമൽ ചെയ്യട്ടെ. സ്വർഗ്ഗം വേണമെന്നുള്ളവർ അമൽ ചെയ്യട്ടെ. സ്വർഗ്ഗത്തിൽ കടക്കാൻ നല്ല അമൽ കൊണ്ട് സാധിക്കും. സ്വർഗം എന്നല്ല പറഞ്ഞത്, ഖാലിദീന ഫീഹാ അബദൻ, ശാശ്വതമായി ആ സ്വർഗത്തിൽ കടക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വേണം? നല്ല സുഹൃതം അനുഷ്ഠിക്കണം, നന്മകൾ പെരുപ്പിക്കണം. അവരെ രക്ഷപ്പെടുകയുള്ളൂ. അവരെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവന് മരണവും സന്തോഷമാണ്. മരിക്കുന്ന സമയത്ത് ഇൻകാന സാലിഹൻ, സാലിഹായ മനുഷ്യനാണ് എങ്കിൽ അവന്റെ അടുക്കൽ വന്നുകൊണ്ട് മലക്കുകൾ പറയുന്ന വാക്യമാണ് സൂറത്തുൽ ഫജ്റിൽ അവസാനമുള്ള. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോട് പറയും, എന്ത് പറയും? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്തി പൂണ്ടതായ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞതാകുന്ന ആത്മാവേ, നീ എന്നിലേക്ക് തിരിച്ചു മടങ്ങണേ.
നിന്നെ കൊണ്ട് നീ സംതൃപ്തിപ്പെട്ടവനാണ് അല്ലാഹു. നീ അല്ലാഹുവിനെ കൊണ്ടും സംതൃപ്തിപ്പെട്ട നിലയ്ക്ക് റബ്ബിലേക്ക് മടങ്ങണേ മടങ്ങണേ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ ദാസന്മാരിൽ നീ പ്രവേശിക്കണേ പ്രവേശിക്കണേ. എന്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യണേ ചെയ്യണേ. ഇത് ആരോടാണ് പറയുന്നത്? സാലിഹായ വ്യക്തിയോടാണ്. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവരോട് മലക്കുകൾ മുഖേന പറയപ്പെടുന്ന വചനമാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. മരിക്കുന്ന സന്ദർഭത്തിൽ അവനെ മംഗളം ആശംസിച്ചുകൊണ്ട് ആശ്വാസം പകർന്നുകൊണ്ട് മലക്കുകൾ അവന്റെ റൂഹിനെ വിട പറയും. തിന്മ ചെയ്തവനാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ, തീർന്നില്ല. മരിച്ച ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭം, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സാലിഹായ മനുഷ്യനാണ് എങ്കിൽ ആ ഖബറിലുള്ള അനുഭൂതികളും ആസ്വാദനങ്ങളും അവന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ വിളിച്ചു പറയും. എന്ത് പറയും? എന്നെ വേഗം കൊണ്ടുപോകാൻ പറയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ വളിഅത്തിൽ ജനാസതു ഫഹതമലഹ റിജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആളുകൾ പള്ളിക്കാട്ടിലേക്ക് തഹരീര് ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുമേ, ഖദ്ദിമൂനി, എന്നെയൊന്ന് വേഗമൊന്ന് കൊണ്ടുപോകണേ, എന്നെയൊന്ന് മുന്തിക്കണേ മുന്തിക്കണേ, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കണേ. എന്തേ കാരണം? ഖബറിലുള്ള ആസ്വാദനങ്ങൾ അവൻ എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണിത് പറയുക? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൻകാനത്ത് സാലിഹത. ഇത് പറയാൻ സാധിക്കുന്നത് ആ ജനാസ സാലിഹത്താണ്. ജീവിതത്തിൽ ഒരു നമസ്കാരം പോലും ഖളാ ആക്കാതെ കൃത്യമായി നമസ്കരിച്ചതായ സഹോദരിയാണ്. ഇബാദത്തുകൾ കണിശത വെച്ചതാകുന്ന സഹോദരിയാണ്. ഭർത്താവിന് സ്നേഹം പകർന്നു കൊടുത്തവളാണ്. ഭാര്യയ്ക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത ഭർത്താവാണ്. തന്റെ കുടുംബത്തെ വേണ്ടുന്ന രീതിയിൽ പോറ്റി വളർത്തിയതാകുന്ന പ്രിയപ്പെട്ട ഉപ്പയാണ്. തന്നെ പ്രിയപ്പെട്ട മക്കളെ 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന ഉമ്മയാണ്. അവരെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്. അവരെ 2 വർഷം താരാട്ട് പാട്ടി അവർക്ക് മുലപ്പാല് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയാ. അവർക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും ചെയ്തതാകുന്ന പ്രിയപ്പെട്ട ഉപ്പയാണ്. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവരെ സന്തോഷിക്കണേ സന്തോഷിക്കണേ. നിങ്ങളുടെ ജനാസ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്. ആരും കേൾക്കാനില്ല കേൾക്കാനില്ല. ലോകത്ത് ആരെങ്കിലും ആ മയ്യത്ത് കട്ടിലിന്റെ വാക്ക് ഉച്ചരിക്കുന്നത് കേട്ടാൽ അവൻ ബോധരഹിതനായി വീഴുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ ജനാസകൾ കൊണ്ടുപോകുമ്പോ, വാപ്പയുടെ ജനാസ കൊണ്ടുപോയപ്പോഴും ഉമ്മയുടെ ജനാസ കൊണ്ടുപോയപ്പോഴും നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ജനാസ കൊണ്ടുപോയപ്പോഴും ആ ജനാസ ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാലിഹത്തായ ജനാസയാണോ? വിളിച്ചു പറയുമേ, എന്നെയൊന്ന് മുന്തിക്കണേ മുന്തിക്കണേ. ആ ഖബറിലുള്ള ആസ്വാദനകൾ രുചിക്കുന്നതിനാണ് രുചിക്കുന്നതിനാണ്. സാലിഹത്തല്ലാത്ത വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ ഖാലത്തിൽ ജനാസതു അഖിറൂനി അഖിറൂനി. സാലിഹല്ലാത്ത, ജീവിതത്തിൽ നിസ്കാരമില്ലാത്ത, നോമ്പുകൾ നോൽക്കാത്ത, സകാത്തുകൾ കൊടുക്കാത്ത, ഒരു നിരക്കുമുള്ള സദഖകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാത്ത, ഒരു ഇൽമിന്റെ സദസ്സിലും ഒരു നിരക്കുമുള്ള സദഖകൾ കൊടുക്കാത്ത, എന്ത് ചോദിച്ചാലും ഞാൻ നൽകൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമ്പത്ത് തനിക്കും തന്റെ കുടുംബത്തിനും ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്നതായ ആളുകൾ, ഒരു സദഖ പോലും ഒരാൾക്ക് പോലും കൊടുക്കാത്തതായ വ്യക്തികൾ
തീർച്ചയായും അവന്റെ ജനാസ വിളിച്ചു പറയുമത്രേ, ആഖിറൂനി ആഖിറൂനി യാ വൈലതാ, എന്നെ ഒന്ന് പിന്തിക്കണേ, എന്റെ ദുഃഖമേ പ്രയാസമേ, അയിന തദ്ഹബു ബി, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആ ഖബറിലുള്ള ശിക്ഷയെ കുറിച്ച് അവൻ വ്യക്തമായി ബോധ്യമുള്ളവനാണ്. കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, സിനിമ കണ്ടുകൊണ്ട് നടന്നവനാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നവളാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്. പാതിരാത്രി സമയത്ത് തന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ മോശപ്പെട്ടതാകുന്ന സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് രഹസ്യമായി കണ്ടു തീർത്തവനാണ്. പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവളാണ്. വാപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് മകൾക്ക് ഉപകരിക്കട്ടെ, മകൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 10,000-ന്റെ 15,000-ന്റെ 20,000-ന്റെ ഒക്കെ ലാപ്ടോപ്പും ടാബും മൊബൈൽ ഫോണും ഒക്കെ കൊടുത്തപ്പോ അതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് കാമുകനുമായി ചാറ്റിംഗ് നടത്തിയവളാണ്. അവസാനം അവളുമായി ഒളിച്ചോടാൻ തയ്യാറായവനാണ്. ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്നവളാണ്. ബേക്കൽ കോട്ടയിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് രഹസ്യമായി ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവനാണ്. ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവളാണ്. സ്വന്തം ശരീരത്തിന്റെ പരപുരുഷന്മാർക്ക് കാണിക്കാൻ പാടില്ലാത്ത അവയവങ്ങൾ അതെല്ലാം മൊബൈൽ ഫോണിനോട് ഒപ്പിയെടുത്തിട്ട് പകർപ്പുകൾ കൊടുത്തവളാണ്. മാത്രമല്ല, വാപ്പയും ഉമ്മയും പള്ളിക്കര മഠത്തിൽ അതിന് പോയ സമയത്ത് എനിക്ക് പഠിക്കാനുണ്ട് വാപ്പ, എനിക്ക് എഴുതാനുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു കൊണ്ട് എക്സാമിന്റെ പേര് പറഞ്ഞിട്ട് കാമകരമായി ഫോണിനോട് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിയാണ്. പെങ്ങളെ, ചെറുപ്പക്കാരാ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയ ഭർത്താവ് കറുത്തവനാണ്. ഭർത്താവിന്റെ സൗന്ദര്യം മങ്ങിപ്പോയല്ലോ. ആ ഭർത്താവ് പ്രവാസ ലോകത്താണ്. ഞാനിതാ മറ്റൊരു ചെറുപ്പക്കാരനുമായി ചങ്ങാത്തം പുൽകുകയാണ്. മോഡേൺ യുവാക്കളെയാണ് എനിക്ക് പ്രിയമെന്ന് പറഞ്ഞുകൊണ്ട് 40 കഴിഞ്ഞ 4 പ്രസവിച്ചതായ പെണ്ണ് അവൾ മറ്റുള്ള കാമുകനെ തേടി പോകുന്ന രംഗമാണ്. അവളുടെ ജനാസ സാലിഹത്തല്ല. ആ ജനാസ വിളിച്ച് പറയുകയാണ്, അഖിറൂനി അഖിറൂനി യാ വൈലതാ യാ ഹസറതാ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, എന്നെ കൊണ്ടുപോകല്ലേ, ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ. എന്നെ ഒന്ന് പിന്തിക്കണേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ. ഞാനൊന്ന് നിസ്കരിക്കട്ടെ, ഞാനൊന്ന് നോമ്പ് പിടിക്കട്ടെ, ഞാനൊന്ന് സക്കാത്ത് കൊടുക്കട്ടെ, ഞാനൊന്ന് ഹജ്ജ് ചെയ്യട്ടെ, ഞാനൊന്ന് പാപങ്ങളുടെ കണ്ണീരൊപ്പട്ടെ, ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. എന്റെ വീട്ടിൽ ഖുർആനുണ്ട്, എന്റെ വീട്ടിൽ നിസ്കരിക്കാൻ റൂമുണ്ട്, എന്റെ വീട്ടിൽ മുസല്ലയുണ്ട്, എന്റെ വീട്ടിൽ നമസ്കാരമുണ്ട്. പക്ഷേ ഞാൻ നിസ്കരിച്ചവളല്ല. എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉമ്മയുണ്ട്, എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉപ്പയുണ്ട്. എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, പക്ഷേ ഞാൻ ഖുർആൻ ഓതിയവളല്ല. ആഖിറൂനി ആഖിറൂനി, എന്നെ ഒന്ന് പിന്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിലപിക്കുമേ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് വരാനിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് പടച്ചറപ്പെ, ഞാൻ ഇതുവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നിന്നിലേക്ക് ഏറ്റുപറയുന്നു. ഇനിയുള്ള എന്റെ ശിഷ്ടകാല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ.